ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ഷീയാണ് കാണിക്കുന്നത്. അവള് ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ പെൺകുട്ടിയാണ്. അവളുടെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒട്ടുമിക്ക പേരൻസും മക്കളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് തന്നെയാണല്ലോ. എന്നാൽ അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ് ആയിരുന്നില്ല നമ്മുടെ ഹീറോയിന്റെ കാര്യത്തിൽ അവളുടെ അമ്മ നൽകിയിരുന്നത്. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് വെർജിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അവർ. ടെസ്റ്റിന്റെ സമയത്തെല്ലാം അവൾ വല്ലാത്ത വേദന അനുഭവപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഡോക്ടർ ഈ സമയത്ത് പറയുന്നുണ്ട് അവൾ ഇപ്പോഴും വെർജിൻ തന്നെയാണ്. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യാനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. ഇനി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇപ്പോൾ അവൾ വലിയ കുട്ടിയായില്ലേ എന്നൊക്കെ ഡോക്ടർ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആരാണ് പറഞ്ഞത്? അവൾ എൻ്റെ മകളാണ്, അവളുടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടറോട് വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വീട്ടിലെത്തിയ അവളെ ആവട്ടെ നിർബന്ധപൂർവ്വം തന്നെ ഒരു കോർസെറ്റ് ധരിപ്പിക്കുന്നുണ്ട്. അവളുടെ ബോഡി പാർട്സ് ഒന്നും വെളിയിൽ എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്. അവളത് അഴിക്കുമോ എന്ന് കരുതി തന്നെ അവര് മെഴുകുതിരി വരെ അതിനകത്ത് ഉരുക്കി ഒഴിക്കുന്നുണ്ട്. ഈ കോർസെറ്റ് ധരിക്കുമ്പോഴെല്ലാം അവൾക്ക് ശ്വാസം എടുക്കാനും അതുപോലെ ബാത്റൂമിൽ പോകാൻ വരെ കഷ്ടമാണ്. എന്നിരുന്നാലും അവരെ ആവട്ടെ ആ കോർസെറ്റ് ഒരിക്കലും ലൂസാക്കരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവളെ അവിടെ നിന്ന് അയക്കുന്നത്. പക്ഷേ അവൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എത്തുന്ന സമയത്ത് ആ കോർസെറ്റ് നന്നായി തന്നെ മുറുങ്ങിയിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടി കണ്ണുകൾ പോലും നേരെ ചൊവ്വേ കാണാൻ പറ്റാതായി അവൾ തറയിലേക്ക് വീഴുന്നു. എന്നിരുന്നാലും കുറച്ച് കൂട്ടുകാരികൾ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ ആ കോർസെറ്റ് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം ദൂരെ നിന്ന് തന്നെ അവളുടെ അമ്മ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരടുത്തേക്ക് വന്ന് അവളുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാ നീ ഇങ്ങനെ കാണിച്ചത്? ആരാ നിനക്ക് ഇത്ര ധൈര്യം തന്നെ എന്നൊക്കെ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അവൾ ഈ സമയത്ത് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളെ പോലെ തനിക്ക് ബാത്റൂമിൽ പോകാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല ശ്വാസം കിട്ടാതെയാണ് താൻ ഈ കോർസെറ്റ് ലൂസാക്കിയെന്നും അവൾ പറയുന്നുണ്ട്. തന്നെ കൊണ്ട് ഇനി ഈ കോർസെറ്റ് ധരിക്കാൻ സാധിക്കില്ല എന്നും ഹീറോയിൻ തറപ്പിച്ച് പറയുന്നു. ഈ സമയത്ത് താൻ പറയുന്നതൊന്നും അനുസരിക്കത്തില്ലേ എന്ന് ചോദിച്ച് അവളുടെ അമ്മ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു പണക്കാര വീട്ടിലെ പയ്യനായിരുന്നു അത്. അവന്റെ പേര് യാൻ എന്നാണ്. ഈ കാഴ്ചകളെല്ലാം അവനും കാണുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഡ്രൈവർ പറയുന്നുണ്ട് ആ പെൺകുട്ടി വളരെ ഒരു പാവമാണ്, അവൾക്ക് സംസാരശേഷിയില്ലെന്നും പക്ഷേ അവളുടെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണെന്നും പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഹീറോയെ കാണുന്നുണ്ട്. സ്കൂളിൽ നിന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ അമ്മ ഒരുപാട് അവളെ അടിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് രക്തം പൊടിയുന്നവരെ അവളെ ഉപദ്രവിക്കുന്നു. ഇത്രയും അവളെ ശിക്ഷിച്ചതിന് ശേഷം അവരാവട്ടെ അവളോട് നല്ലപോലെ തന്നെ പെരുമാറുന്നു. അവളുടെ മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുന്നു. അവളെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവർ പറയുന്നുണ്ട് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അവൾക്ക് നൈറ്റ് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അവര് കോർസെറ്റ് വീണ്ടും അവളെ ധരിപ്പിച്ച് അത് വീണ്ടും ലൂസാക്കരുതെന്ന് പറഞ്ഞ് വളരെ ടൈറ്റാക്കി തന്നെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം വൈറ്റമിൻ എന്നുള്ള പേരിൽ എല്ലാ ദിവസവും അവൾക്കൊരു മരുന്ന് കൊടുക്കുമായിരുന്നു. എന്നാൽ ആ ലേബലിന്റെ പുറകിൽ മറ്റൊരു ലേബൽ ഒട്ടിച്ചിരിക്കുകയാണെന്ന സത്യം അവൾ കണ്ടെത്തുന്നു. വൈറ്റമിൻ എന്ന പേരിൽ ഇത്രയും വർഷം അവളെ കഴിപ്പിച്ചുകൊണ്ടിരുന്നത് അവളുടെ സംസാരശേഷി നഷ്ടപ്പെടുത്താനുള്ള മരുന്നായിരുന്നു. ഈ സമയത്ത് അവർ വന്നിട്ട് മരുന്ന് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് 2 എടുത്ത് എന്തായാലും കഴിക്കുന്ന പോലെ അഭിനയിക്കുന്നു. അവളെ ട്രാക്ക് ചെയ്യാനായി ഒരു GPS വാച്ചും അവളെ ധരിപ്പിച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ഹീറോയിനാവട്ടെ തന്റെ വായിലുണ്ടായിരുന്ന ഗുളികകൾ തുപ്പിക്കളയുകയും വാച്ച് ദൂരേക്ക് കളയുകയും ചെയ്യുന്നു. അവൾ ഇപ്പോൾ മനസ്സിലാക്കിയ സത്യങ്ങൾ കൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളുടെ അമ്മ പറയുന്ന പോലെ നല്ല പെൺകുട്ടിയായിട്ടിരിക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു. അവൾ നേരെ ചെന്ന് മുൻപിൽ കാണുന്ന യാന്റെ കാറ് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഹീറോയും അങ്ങോട്ടേക്ക് വന്ന് കാറ് തുറക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അവളാവട്ടെ ധൈര്യപൂർവ്വം അയാളുടെ കൈ തട്ടിമാറ്റി തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോകുന്നു. ഹീറോയ്ക്ക് ഇത് കണ്ടിട്ട് കോമഡി ആയിട്ടാണ് തോന്നിയത്. അവളെ അയാൾ നേരത്തെ കണ്ടിരുന്നല്ലോ. എന്ത് തന്നെയായാലും അയാൾ ഒന്നും പറയുന്നില്ല. അയാളും ആ കാറിലേക്ക് കയറിയിരിക്കുന്നു. ഈ സമയത്ത് അയാൾ വിചാരിക്കുന്നുണ്ട് തന്റെ കാറിൽ കയറുന്ന ആദ്യത്തെ പെൺകുട്ടിയാണത്. ഇതിനു മുമ്പ് തന്നോടൊപ്പം ഒരു പെൺകുട്ടിയും യാത്ര ചെയ്തിട്ടില്ല എന്നൊക്കെ. അവളുടെ അമ്മയാവട്ടെ ഇതിനോടകം തന്നെ വാച്ചിൽ വിളിച്ചു നോക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ വല്ലാതെ പരിഭ്രാന്തിയിൽ അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ ഞാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ധൈര്യം ഉണ്ടോന്ന്. എന്നാൽ ഇത് കേട്ട ഹീറോ വല്ലാതെ സംശയാലു ആവുന്നുണ്ട്. കാരണം ഇത്രയും നാളും അവൾ ഊമയാണെന്നാണല്ലോ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അവൾ ശരിക്കും നടിച്ചതായിരുന്നു. അവൾക്ക് ശരിക്കും സംസാരശേഷി ഉണ്ടായിരുന്നു. ഹീറോയിന്റെ അമ്മ ഇതിനോടകം തന്നെ എവിടെ എത്തി കാറിനുള്ളിൽ അവൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും കാറിൽ നിന്ന് റെസ്പോൺസ് ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ഹീറോയിൻ ഈ സമയത്ത് അവന്റെ കൂടെ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവനെ കിസ് ചെയ്യുന്നു. ഹീറോയും അവളെ കിസ് ചെയ്യുന്നുണ്ട്. കാറിനുള്ളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മ അവിടെ നിന്ന് പോകുന്നു.
യാനിന്റെ അടുത്ത് അവളാവട്ടെ അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അവന്റെ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ഈ സമയത്ത് അവളുടെ കോർസെറ്റ് അവൻ കാണുന്നുണ്ട്. ഇതെന്താ ഇത്രയും ടൈറ്റായി ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവനത് ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ കിസ് ചെയ്യുന്നു. അങ്ങനെ അവരിരുവരും അവിടെ ഒരു രാത്രി ചിലവഴിക്കുന്നുണ്ട്. അത് ഹീറോയിന്റെ ഫസ്റ്റ് ടൈം ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ ഫസ്റ്റ് ടൈം ആണോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അവൾ അതേ എന്ന് പറയുമ്പോൾ അവനും തന്റെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് അവളുടെ കോണ്ടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയിലുള്ള നിന്റെ സർവീസ് വളരെ നന്നായിരുന്നു, ഇനി നിന്നെ തേടി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കാതെ തന്നെ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിനു ശേഷം ഹീറോ തന്റെ ഫോൺ എടുത്തിട്ട് അസിസ്റ്റന്റിനെ വിളിച്ച് തൻ്റെ അടുത്തേക്ക് സംസാരശേഷിയില്ലാത്തൊരു പെൺകുട്ടി വന്ന് അപ്രോച്ച് ചെയ്തു. അവൾ ആരാണ്, എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഉടനടി തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം സംസാരശേഷി ഇല്ലാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഹീറോയ്ക്ക് മാത്രമേ അറിയൂ അവൾക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന്. പുറം ലോകത്ത് അവൾക്ക് ഇപ്പോഴും സംസാരശേഷി ഇല്ലെന്നാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ അയാൾ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഹീറോയിന് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് ലഭിക്കുന്നുണ്ടായിരുന്നു. ആ അവാർഡ് കൊടുക്കുന്നത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോ ആയിരുന്ന ഞാനായിരുന്നു. അവനെ കണ്ടത് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അയ്യോ ഇവനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാവട്ടെ അവൻ അവളുടെ അടുത്ത് വന്ന് തോളിൽ കൈവച്ചിട്ട്, നിന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു, ഞാൻ നിന്നിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അവരൊരുമിച്ചായിരുന്നല്ലോ, അത് വെച്ചാണ് ഹീറോ അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് അവൾ അവാർഡ് വാങ്ങിച്ചതിൽ അവളെ പ്രശംസിച്ചതാണെന്നേ തോന്നത്തുള്ളൂ. ശരിക്കും ഹീറോയിൻ ഇന്നലെ പറഞ്ഞതിന് മറുപടി മാത്രമായിരുന്നു ഹീറോ ഇപ്പോൾ അവളെടുത്ത് പറഞ്ഞിട്ട് പോരുന്നത്. അതിനുശേഷം അവളെ എല്ലാവരുടെയും മുൻപിൽ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ ദേഷ്യത്തോടെ ഇന്നലെ രാത്രി മുതൽ അവളെ തിരക്കിയിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അവർ ഇന്നലെ ഒരു പോള പോലും ഉറങ്ങിയിരുന്നില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവളെ നോക്കിയിരിക്കൂ എന്ന് അവരുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, കറക്റ്റ് സമയമാകുമ്പോൾ അവള് വീട്ടിലെത്തിക്കോളും, ഇങ്ങനെ അവളെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആദ്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കുക എന്നിട്ട് വേണേ നീ നോക്കിയിരുന്നു എന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അയാളെ അവർ നോക്കി പേടിപ്പിക്കുമ്പോൾ അവളുടെ അച്ഛനാവട്ടെ പിന്നീട് അവളെ നിർബന്ധിക്കുന്നില്ല. ഈ സമയത്ത് തന്നെയാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിരുന്നാലും അവളെ വീണ്ടും അവർ ശിക്ഷിക്കാനായി കൈകൾ രണ്ടും ബന്ധിച്ച് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ അവൾ വീട്ടിലെത്താത്തത് കൊണ്ടാണ് അവരിങ്ങനെ അവളെ ഉപദ്രവിക്കുന്നത്. അവൾ ചെറിയ കുട്ടിയൊന്നുമല്ല, അവളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട എന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ ആ സ്ത്രീ തയ്യാറായില്ല. അതിനുശേഷം അവൾ വാങ്ങിക്കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് അവർ എടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെച്ച് വെളിനാട്ടിലേക്ക് പോയി രക്ഷപ്പെടാമെന്നാണ് ഹീറോയിൻ കരുതിയിരുന്നത്. എന്നിരുന്നാലും തന്നെ വിട്ടിട്ട് എവിടേക്കും പോകാൻ സമ്മതിക്കില്ല എന്നും തൻ്റെ മരണം വരെ അവൾ തന്നോടൊപ്പം കാണണമെന്നും പറഞ്ഞ് ആ സ്ത്രീ ആവട്ടെ ആ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറി അവളുടെ മുൻപിൽ വെച്ച് കഷ്ണങ്ങളാക്കി കളയുന്നു. ഹീറോയിനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ കരയുന്നുണ്ട്. കീറിപ്പോയ കഷ്ണങ്ങളെല്ലാം അവൾ അവിടെ ഇരുന്ന് പറക്കിയെടുക്കുന്നു. ഹീറോ ഇതിനോടകം തന്നെ അവളുടെ വിവരങ്ങളെല്ലാം അസിസ്റ്റന്റിൽ നിന്ന് അറിഞ്ഞിരുന്നു. അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ ശേഷിയില്ലാത്തതുപോലെ അഭിനയിക്കുന്നതെന്നറിയില്ല, പക്ഷേ അവൾക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. ഒരു സഹോദരിയാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് ഒളിച്ചോടിപ്പോയെന്നാണ് കേട്ടത്. മാത്രവുമല്ല അവരുടെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നുമില്ല, കാരണം അവരുടെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല. അതുമാത്രമല്ല അവരുടെ ചൊൽപ്പടിക്കത്തെ ജീവിക്കാനും സാധിക്കൂ. ശരി, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലേ, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹീറോയിൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് ഹീറോ അസിസ്റ്റന്റിനോട് പറഞ്ഞ് അവർ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അവളെ അവളുടെ പ്രിൻസിപ്പാൾ ആവട്ടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്നറിയാൻ അവൾ അയാളുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവള് പുറത്തൊക്കെ പോയി പഠിക്കാൻ പോവുകയല്ലേ, അതിനായിട്ട് അയാൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. അവൾ അത് എതിർത്തെങ്കിലും അയാളാവട്ടെ അവൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അയാളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഹീറോയിൻ അവളുടെ കാലുകൊണ്ട് തന്നെ അയാളുടെ മർമ്മസ്ഥാനത്ത് ഒരു ഇടി കൊടുക്കുന്നു. അവളുടെ പ്രിൻസിപ്പൾ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഇതുവരെ ആരും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. കറക്റ്റായ സമയത്ത് തന്നെയാണ് ഹീറോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഹീറോയിനെ കുറിച്ച് പ്രിൻസിപ്പലിന്റെ അടുത്ത് അന്വേഷിക്കാനാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നിരുന്നാലും ഈ രംഗം കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് ആവട്ടെ അയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഹീറോ ആരാണെന്ന് അറിയാമോ എന്ന് ആ പ്രിൻസിപ്പാളിന്റെ അടുത്ത് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. ഹീറോ വളരെ റിച്ച് ആയിരുന്നെങ്കിലും അവന്റെ ഫാമിലിയെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുമാത്രമല്ല മിക്കുള്ളവർക്കും പേടിയുമായിരുന്നു. ഈ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവരുടെ പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ പ്രിൻസിപ്പാള് തന്നെ വിട്ടേക്കൂ, താൻ ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ എടുത്ത് ക്ഷമാപണം നടത്തുന്നു. അസിസ്റ്റന്റ് ഈ സമയത്ത് അയാളെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു മീനിനെ ഇരയാക്കിക്കോളാൻ പറയുന്നു. അതിനുശേഷം അയാളെ അവിടെ നിന്ന് അസിസ്റ്റന്റ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹീറോയിനാവട്ടെ എന്നെ തേടിയാണോ വന്നേന്ന് അവന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവനെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്തിട്ട്, ഞാൻ നിന്നെ ഇന്നലെ യൂസ് ചെയ്തതാണെന്ന് മനസ്സിലായില്ലേ, അത് മനസ്സിലാക്കിയിട്ടും എന്നെ തേടി ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുന്നു. ഹീറോയും അതിനെ ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്.
അവര് വന്നപ്പോൾ ഹീറോ ആവട്ടെ അവളുടെ കഴുത്തിൽ മരുന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രിൻസിപ്പാളുടെ അവളുടെ കഴുത്തിന് പിടിച്ചിരുന്നല്ലോ, അപ്പോൾ ആ മുറിവിൽ അയാൾ മരുന്ന് വെച്ചു കൊടുക്കുകയായിരുന്നു. എന്ത് ചെയ്യുകയാണെന്ന് ഹീറോയിന്റെ അമ്മ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവളുടെ കഴുത്തിലൊരു മുറിവ് പറ്റി, അതിന് മരുന്നിട്ട് കൊടുത്തു എന്ന് ഹീറോ മറുപടിയും പറയുന്നു. അവളുടെ അമ്മ ഈ സമയത്ത് ഹീറോയിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിന്റെ സഹോദരിയോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്, ഇപ്പോൾ നീയും അതുപോലെ മറ്റൊരുത്തനുമായിട്ട് പോവാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് അവളെ ശകാരിക്കുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇവളുടെ സഹോദരി ഇല്ലായിരുന്നു, അതായത് നമ്മുടെ ഹീറോയിന്റെ ചേച്ചി. ആ പെൺകുട്ടിയുമായിട്ട് നേരത്തെ തന്നെ ഹീറോയുടെ എൻഗേജ്മെന്റ് പറഞ്ഞുറപ്പിച്ചതായിരുന്നു. പക്ഷെ അവൾ ഓടിപ്പോയെന്നല്ലേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. ഹീറോയിനും അമ്മയും അവിടെ നിന്ന് ഈ സമയം കൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ പെണ്ണ് ചോദിക്കാനെന്നുള്ള പേരിൽ ഹീറോയിന്റെ വീട്ടിലേക്ക് കടക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയിന്റെ സഹോദരിയായിട്ടാണല്ലോ എൻഗേജ്മെന്റ് തീരുമാനിച്ചു വെച്ചിരുന്നത്. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ഒളിച്ചോടി പോയെന്നുള്ള വിവരം നേരത്തെ തന്നെ ഹീറോ അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. വീട്ടിൽ വന്ന ഉടനെ തന്നെ ഹീറോയിന്റെ സഹോദരിയെ ഹീറോ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയല്ലായിരുന്നു അവൾ, അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഹീറോയിന്റെ അമ്മ ഈ സമയത്ത് പറയുന്നുണ്ട് അവളുടെ സഹോദരി 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എബ്രോഡിലേക്ക് ഒളിച്ചോടി പോയതാണെന്ന്, അതിനുശേഷം അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ശരി അങ്ങനെ ഇരിക്കട്ടെ, എന്നിരുന്നാലും അവൾക്ക് താഴെ ഒരു സഹോദരി ഉണ്ടല്ലോ, അവളെ തനിക്ക് എൻഗേജ്മെന്റ് ചെയ്തു തരാൻ പറയുന്നു. പക്ഷേ ഹീറോയിന്റെ അമ്മയാവട്ടെ അതൊന്നും സാധിക്കത്തില്ല, അവൾ തന്റെ മരണം വരെ തന്നോടൊപ്പം ഉണ്ടായിരിക്കണം, തന്റെ മകളാണെന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട് എന്നെ എതിർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഞാൻ എത്ര വലിയ ആളാണെന്ന് നിങ്ങൾക്കറിയാലോ, കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെ എതിർത്താലുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവളുടെ അമ്മയാവട്ടെ പറയുന്നുണ്ട് നിങ്ങളെ ആര് വേണേലും ഭയപ്പെടും, പക്ഷെ ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഇവളുടെ അമ്മയാണ്, ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നത്. അവൾ എന്നെ വിട്ടിട്ട് എങ്ങോട്ടും വരില്ല എന്ന് ഹീറോയിന്റെ അമ്മ പറയുമ്പോൾ ആവട്ടെ ഹീറോ പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല, അവളെ എൻ്റെ കൂടെ വിടുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. അങ്ങനെ ഹീറോ ആ വീട്ടിൽ താമസം തുടങ്ങുന്നു. ഹീറോയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അവർക്ക് സാധിക്കുന്നുമില്ല. എന്നിരുന്നാലും അന്ന് രാത്രിയിലെ ഹീറോയിനെ ഉറക്കുന്ന നേരത്ത് ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട് ആ യാന്റെ അടുത്ത് നീ സംസാരിക്കാനേ പാടില്ല, അതുമാത്രമല്ല നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവരുത്, ഈ മുറിയിൽ വെളിയിലേക്ക് ഇറങ്ങരുത്, നന്നായി തന്നെ ഉറങ്ങൂ എന്ന് പറഞ്ഞിട്ട് അമ്മ വെളിയിലേക്ക് പോകുന്നു. അവർ താക്കോൽ ഉപയോഗിച്ച് ഷീയുടെ മുറി നന്നായി പൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും റൂം പൂട്ടിയല്ലോ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനാവട്ടെ അവളുടെ അമ്മയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഹീറോയിനാവട്ടെ ഹീറോയുടെ മുറിയിൽ ഇതിനോടകം തന്നെ എത്തിയിരുന്നു. അവൻ കുളിച്ചിട്ട് വരുമ്പോൾ അവളെ കാണുമ്പോൾ ഒന്ന് അന്താളിക്കുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിനൊന്നും പറയുന്നില്ല, അവനെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആവട്ടെ ഹീറോയിന്റെ അമ്മ അവളുടെ മുറിയുടെ ലോക്ക് കറക്റ്റായിട്ട് തന്നെ കിടക്കുകയാണോ എന്നറിയാൻ വന്ന് നോക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ നേരം ഹീറോയുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് അവളുടെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോയിനും ഇല്ല ഹീറോയും ഇല്ല. അതിനിടയ്ക്ക് തന്നെ അവരിരുവരും ഒളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് സംസാരിക്കാനായി അവിടെ ഇരിക്കുന്നുണ്ട്. നിന്റെ അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് അയാൾ ചോദിക്കുന്നു. ഷീ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് എല്ലാം കൺട്രോൾ ചെയ്യണമെന്നാണ് ആഗ്രഹം, അതുപോലെ തന്നെ എന്നെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അവൾ വ്യക്തമാക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ സഹോദരി ഓടിപ്പോയെന്നാണല്ലോ കേട്ടതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കതിലൊന്നും വിശ്വാസമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് അവളെ കാണാതായിരിക്കുന്നു. അവൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും ഇതുവരെയും എന്നെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിക്കെന്തോ തോന്നുന്നത് അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. ഹീറോയും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ദേഹത്തുള്ള മുറിവുകളൊക്കെ അവളുടെ അമ്മ അടിച്ചിട്ടുണ്ടായതാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ആണെന്ന് അവൾ പറയുമ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഇവിടെ നിന്ന് നിന്നെ രക്ഷിക്കാമെന്നും അയാൾ പറയുന്നു. പക്ഷേ നീ എന്റെ സഹോദരിയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോലും കാണാത്ത പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അവളുടെ മൊബൈലില് ഹീറോയുടെ നമ്പർ ഡയൽ ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനും അവളുടെ അമ്മയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ അമ്മ അവിടെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്തൊക്കെയായി ആലോചിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ വിട്ട് എവിടെയും പോവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, നിന്റെ സഹോദരി ഇതുവരെ എവിടാണെന്ന് പോലും എനിക്കറിയില്ല എന്നവർ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയിന് ഡൗട്ട് അടിക്കുന്നുണ്ട്. അവളുടെ സഹോദരി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് അവൾ എടുത്ത് ചോദിക്കുന്നുണ്ട് അവരോട്. അവർ ദേഷ്യത്തോടെ തന്നെ അവളോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ അവളൊരു പയ്യനെ ലവ് ചെയ്തിരുന്നു, അതിനുശേഷം ആ പയ്യനാൽ തന്നെ പ്രഗ്നന്റ് ആവുന്നു, പിന്നീട് അവൾ എങ്ങോട്ട് പോയെന്നോ എവിടെ പോയെന്നോ എന്നും തനിക്കറിയില്ല, അവളിനി എവിടെ ഇരുന്നാലും എന്താ, നീ അവളെ പോലൊരു തെറ്റ് ചെയ്യാൻ പാടില്ല, നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, ഞാൻ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതിനുശേഷം അവരാവട്ടെ നീ രാത്രിയിൽ നന്നായി ഉറങ്ങിയോ എന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ ഇല്ല എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വെളിയിലേക്ക് വന്നിരുന്നു എന്ന്.
നിന്നോട് രാത്രിയിൽ നന്നായി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ അവിടെ നിന്ന് പോയത്. പിന്നെ എന്തിനാ നീ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങിയത്? ഇപ്പോൾ തന്നെ നിനക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് അമ്മ പറയുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവൾ വലിയ കുട്ടിയായിരിക്കുന്നു. ഇപ്പോൾ ഞാനിന് നമ്മുടെ മകളോട് ഒരു ഇഷ്ടം തോന്നിയിരിക്കുന്നത് തന്നെ നല്ലതാണ്, അത് നമ്മുടെ കുടുംബത്തിന് അസറ്റാണെന്നും അയാൾ പറയുന്നു. എന്നാൽ അവളുടെ അമ്മയാവട്ടെ അച്ഛൻ പറഞ്ഞതിനോട് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, അവൾ ഞാനെ കാണാൻ പോയതാണെന്ന്. നിനക്ക് ഇത്രയും ധൈര്യമോ എന്നെ ധിക്കരിക്കാൻ? ഇതിനുള്ള ശിക്ഷ നിനക്ക് ഉടനടി കിട്ടുമെന്ന് പറഞ്ഞ് അവളുടെ കരണത്തൊരടി അവർ കൊടുക്കുന്നുണ്ട്. അവരടിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവിടെ വരുന്നത് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അയാൾ നിർത്തുന്നുണ്ട്. അവളെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. എന്നാൽ അവളുടെ അച്ഛനാവട്ടെ തന്റെ വൈഫ് ഇങ്ങനെ ചെയ്തതിന് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല, അയാളോട് സോറിയും പറയുന്നുണ്ട് അവളുടെ അച്ഛൻ. പക്ഷെ ഹീറോയിന്റെ അമ്മയാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കും, പക്ഷേ എന്നെ അതിന് കൂട്ടണ്ട. അവൾ എൻ്റെ മകളാണ്, എൻ്റെ ജീവിതമാണ്, അവളെ എൻ്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. നിന്നെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അവളുടെ അമ്മയായതുകൊണ്ടാണ് അവളെ ഹർട്ട് ചെയ്തതിന് നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിടുന്നത്. ഇത്രയും നാളും നിങ്ങൾ ഇവളെ സംരക്ഷിച്ചത് മതി, ഇനി ഞാൻ അവളെ നോക്കിക്കോളാമെന്ന് അയാൾ പറയുന്നു. ഹീറോ അവളെ അതിനുശേഷം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു ടവല് നനച്ച് അവളുടെ കവളിൽ വെക്കാനായി കൊടുക്കുന്നുണ്ട്. കാരണം അവളുടെ അമ്മ അടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. ഹീറോ ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ നടന്നതിരിക്കട്ടെ, ഇനി നിന്റെ മുടിനാഴിയിലേക്കെങ്കിലും അവർ തൊട്ടാൽ ഉടനടി തന്നെ അത് തന്നെ അറിയിക്കണം, അതിനുള്ള ഭവിഷ്യത്ത് അവരനുഭവിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഷീ ആൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാമോന്ന്. എന്ത് ഹെൽപ്പാന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, തൻ്റെ അമ്മ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ തനിക്കറിയണം, അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നു. ശരി, ഞാൻ ചെയ്തു തരാം, പക്ഷേ എനിക്ക് അതിന് റിവാർഡ് വേണമെന്ന് അവൻ പറയുന്നു. അപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എപ്പോൾ നീ കറക്റ്റായിട്ട് ചെയ്തു തീർക്കുന്നു അപ്പോൾ നിനക്ക് തക്കതായിട്ടുള്ള റിവാർഡ് തന്നെ തരുമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോനെ തിരക്കി അവളുടെ അമ്മ അവളുടെ ബെഡ്റൂമിൽ വരുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഹീറോയുടെ മുറിയിൽ അവൾ കാണുമെന്ന് കരുതി അവർ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ്റെ അമ്മ ഈ സമയം കൊണ്ട് അവിടെ എത്തുന്നതായിട്ട് പുറത്തേക്ക് വരികയായിരുന്ന ഹീറോയിൻ കാണുന്നുണ്ട്. അവരെ കണ്ടതും ഉടനടി തന്നെ അവൾ മുറിയിലേക്ക് പോയി ഹീറോയെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നിരുന്നാലും ബോഡി ഗാർഡ്സ് അവരെ അകത്തേക്ക് കയറാതെ തടയുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെയൊന്നും അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല, ഹീറോയ്ക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവരെ പുറത്തേക്ക് തള്ളിക്കളയുന്നു. ഹീയുടെ അമ്മ ഒരുപാട് തവണ ചോദിച്ചെങ്കിലും അവരെ അകത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ അകത്തിരിക്കുന്ന ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ അമ്മ താൻ ചെയ്യരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അവരുടെ കൺവെട്ടത്ത് തന്നെയാണല്ലോ അവൾ ചെയ്യുന്നത്. അത് അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹീറോയിൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരാളടുത്ത് ഇങ്ങനെ കെഞ്ചുന്നത് കേൾക്കുന്നത്. എന്നിരുന്നാലും കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഹീറോയിനാവട്ടെ ഹീറോയുടെ മുറിയിൽ നിന്ന് അവളുടെ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇത്രയും നേരം എവിടെ പോയിരുന്നു എന്ന് അവർ തിരക്കുമ്പോൾ അവളാവട്ടെ മനസ്സ് ശരിയല്ലായിരുന്നു, കുറച്ചു നേരം കാറ്റുകൊള്ളാനായി ഗാർഡനിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു. എന്നിരുന്നാലും അവർക്കത് വിശ്വസിക്കാതെ വേറെ മാർഗമില്ലായിരുന്നു. അതിനുശേഷം അവരാവട്ടെ ഒരു ഡ്രസ്സ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കൈയും കാലും ഒന്നും പുറത്ത് എക്സ്പോസ് ആവരുതെന്ന് പറഞ്ഞ് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സായിരുന്നു അത്. അവൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നീ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ മുതൽ ഈ ഡ്രസ്സേ ഉപയോഗിക്കാവൂന്നും അവളെ ഓർമ്മപ്പെടുത്തുന്നു. രാവിലെ തന്നെ അവൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്വീകരണ മുറിയിൽ ഇരിക്കുന്നുണ്ട്. ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, ഈ ഡ്രസ്സ് ആരാണ് നിനക്ക് നൽകിയത്, ഈ ഡ്രസ്സ് ആരാണ് നിന്നെ ധരിപ്പിച്ചതെന്നൊക്കെ. ഈ സമയത്ത് ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്, ഇത് ഞാനാണ് അവളെ ധരിപ്പിച്ചതെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, തീരെ കൊള്ളത്തില്ല, അവൾക്കിത് ചേരില്ല, നല്ലയല്ല എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അവൾ ഇത്രയും വളർന്നില്ലേ, ഇനി ഇതൊക്കെ ധരിപ്പിക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നു. പക്ഷേ ഹീറോ അവളുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് തീരെ ചേരില്ല, നീ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ മതി, ഇങ്ങനെ മൂടി പുതച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവളുടെ അമ്മയാവട്ടെ വൈറ്റമിൻ എന്നുള്ള പേരിൽ വീണ്ടും അവൾക്ക് ആ ഗുളികകൾ നൽകാൻ ഒരുങ്ങുന്നു. അവർ വെള്ളം എടുക്കാൻ പോയ നേരം കൊണ്ട് ഷീ ആവട്ടെ അത് തുപ്പിക്കളയുന്നുണ്ട്. ഇത് ഹീറോ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിൽ ഡൗട്ട് തോന്നുന്ന ഹീറോ ആവട്ടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അത് എന്തിനുള്ള മരുന്നാണെന്ന് തിരക്കി അറിയാൻ ആവശ്യപ്പെടുന്നു. അസിസ്റ്റന്റ് ആ മരുന്നിനെ പറ്റിയുള്ള വിവരങ്ങൾ അയാളോട് പറയുന്നുണ്ട്. കുറച്ചു നാളത്തേക്കെങ്കിലും സംസാരശേഷി നഷ്ടപ്പെടുത്താനുള്ള മരുന്നായിരുന്നു അത്. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും ഹീറോയും ഹീറോയിനും കൂടി കണ്ടുമുട്ടുന്നു. ഹീറോ അവളുടെ പറയുന്നുണ്ട്, നീ ബുദ്ധിശാലി ആയതുകൊണ്ടാണ് ആ മരുന്ന് തുപ്പിക്കളഞ്ഞെന്ന്. ഹീറോ അത് കണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ഷോക്ക് ആവുന്നുണ്ട്. എന്നിരുന്നാലും അയാൾക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി എന്ന് ഹീറോയിന് മനസ്സിലാവുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവളുടെ അമ്മ എവിടെയൊക്കെ പോണു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് അവൾക്ക് കൈമാറുന്നുണ്ട്. നീ ഈ റിപ്പോർട്ടൊക്കെ തുറന്നു വായിച്ചു നോക്കിയിരുന്നോ എന്ന് ഹീറോയിൻ അവരോട് ചോദിക്കുമ്പോൾ എന്നെയും സംശയമുണ്ടോ, ഞാൻ ഇതുവരെ ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല, ഇതിനു മുമ്പ് നീ ഒരു റിവാർഡിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ എനിക്ക് ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞ് അവളെ അടുത്തേക്ക് പിടിക്കുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ
അവളെ എടുത്തു പൊക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ കൂടി കിസ് ചെയ്യുന്നു. അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം അവർ ഇരുവരും റെഡിയായി തന്നെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നു. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എങ്ങോട്ടേക്ക് പോവുകയാണെന്ന്. ഞാൻ അവളെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. 2 മണി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തുന്നതായിരിക്കുമെന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയിനും പറയുന്നുണ്ട് 2 മണി വരെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കൃത്യമായ സമയത്ത് ഇവിടേക്ക് എത്താമെന്ന് പറയുന്നു. എന്നിരുന്നാലും ഹീറോയിന്റെ അമ്മ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ വഴക്കിടാൻ ഒരുങ്ങുന്ന സമയത്ത് ഹീറോ അവരെ ദേഷിച്ചൊന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേറെ വഴിയില്ല, അവന്റെ കൂടെ അവളെ വിട്ടേ പറ്റുള്ളൂ. എന്നിരുന്നാലും 2 മണിക്ക് തന്നെ ഇവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവളെ അവന്റെ കൂടെ അയക്കുന്നുണ്ട്. ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയാണ് അവൾ അവിടെ എവിടെയൊക്കെ കറങ്ങി കിടന്നിരുന്നത്. ഐസ്ക്രീം പോലും അവൾ വളരെ ആവേശത്തോടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നീ ഒന്ന് പതുക്കെ കഴിക്ക്, ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. കാര്യം ഇത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഒരു ഐസ്ക്രീം പോലും കഴിക്കാനോ വീട്ടിന് വെളിയിലിറങ്ങാനോ സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെയുമുള്ള പെൺകുട്ടികളുണ്ടോ എന്ന് അയാൾക്ക് അതിശയം തോന്നുന്നു. കൂടാതെ അവളോട് വല്ലാത്ത ഒരു സഹതാപവും അയാൾക്ക് തോന്നുന്നുണ്ട്. അവളിപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രമാത്രമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഹീറോ അവളെ കൊണ്ടുപോകുമ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്നതായി കാണുന്നുണ്ട്. അവൾക്കും അതുപോലെ വലിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. ഹീറോ അവൾക്ക് സിഗരറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അവളൊന്ന് വായിൽ വെക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ തിരികെ എടുത്ത് അവൾ വീണ്ടും ഹീറോയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കാറ് വീണ്ടും മുൻപോട്ട് നീങ്ങുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ശരിക്കും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവളുടെ അമ്മായി ഇടയ്ക്കിടയ്ക്ക്, അതായത് എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഫുഡ് വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവളുടെ സഹോദരിക്കാകുമോ എന്ന ഡൗട്ട് അവർക്ക് തോന്നുന്നു. ഹീറോ അവൾക്ക് റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഈ വിവരമൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും തനിക്ക് ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞ് കാറ് നിർത്താൻ ആവശ്യപ്പെട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം കുറെ പിച്ചക്കാരായിരുന്നു ഇരുന്നത്. ഇനി പിച്ചക്കാരുടെ ഇടയിലെങ്ങാണം തന്റെ സഹോദരി ഉണ്ടോ എന്നറിയാൻ അവൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ തിരിഞ്ഞിരിക്കുന്നതായി കാണുന്നു. അവരെ ചെന്ന് പിടിച്ചിട്ട് ഞാൻ നിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് അവരോട് തിരിയാനായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവളുടെ സഹോദരി ആയിരുന്നില്ല, വേറെ ഏതോ ഒരു സ്ത്രീ ആയിരുന്നു. ഹീറോയിനും വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഹീറോയിന്റെ അമ്മ വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. അവളെ അന്വേഷിച്ച് അവർ വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ തന്റെ സഹോദരിയെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അല്ലാതെ കരയാൻ തുടങ്ങുന്നു. കാരണം അവൾ വലിയ പ്രതീക്ഷയിലാണ് അങ്ങോട്ടേക്ക് വന്നത്, തന്റെ സഹോദരി എവിടെ കാണുമെന്ന് കരുതി. ഈ സമയത്ത് ഹീറോ അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എവിടെയാണെന്ന് അന്വേഷിക്കുന്നുമുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അവൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മയുടെ കാർ അവിടെ നിന്ന് പോകുന്നതായി അവൾ ശ്രദ്ധിക്കുന്നത്. അവളെ അന്വേഷിച്ചാണ് അവരെങ്ങോട്ടേ വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളാവട്ടെ ഉടനടി തന്നെ ഹീറോയെ വിളിച്ചിട്ട് നമ്മുടെ പിന്നിൽ ഒരു കാർ വരുന്നുണ്ടല്ലോ, ആ കാറിനെ എങ്ങനെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ ആവട്ടെ നേരെ ആ കാറ് കൊണ്ടു ചെന്നിട്ട് ഹീറോയിന്റെ അമ്മയുടെ കാറിൽ എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡ്രൈവറുമായിട്ട് അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഹീറോയുടെ അസിസ്റ്റന്റിനെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ആ തർക്കം അവസാനിപ്പിക്കുന്നത്. ഹീറോയിൻ വരുന്ന സമയം വരെ ഹീറോയിന്റെ അമ്മയെ തടഞ്ഞു വെക്കാനാണ് അസിസ്റ്റന്റിനെ ഹീറോ ഏർപ്പാടാക്കിയിരുന്നത്. എന്നിരുന്നാലും ഈ സമയം കൊണ്ട് തന്നെ ഹീറോയിനെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇതൊന്നും ഹീറോയിന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കാറിൽ എൻ്റെ കാറാണ് കൊണ്ടുവന്നിടിപ്പിച്ചത്, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, പക്ഷേ അതിനുള്ള കോമ്പൻസേഷൻ ഞാൻ തരാമെന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് പറയുമ്പോൾ അവരാവട്ടെ അതൊന്നും വേണ്ട, തനിക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. എന്നാൽ ഹീറോയുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും, നിങ്ങൾ ചിലപ്പോൾ കോമ്പൻസേഷൻ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്താലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് ഹീറോയിന്റെ അമ്മയെ അവിടെ പിടിച്ചു നിർത്തുന്നു. ഹീറോയിനാവട്ടെ അവളുടെ അമ്മയുടെ കൺവെട്ടാത്തവരടുത്ത് ചെന്ന് എത്തുന്നുണ്ട്. ഹീറോയിനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ മറ്റേതൊക്കെയോ സ്ഥലത്തൊക്കെ പോയിരുന്നു. അതിന്റെ റിപ്പോർട്ടൊക്കെ ഹീറോ ഇതിനോടകം തന്നെ ഹീറോയിന്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനാവട്ടെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് വന്നിട്ട് അയാളടുത്ത് ചോദിക്കുന്നുണ്ട് അവളുടെ ആവശ്യത്തിനായി നിങ്ങളെ യൂസ് ചെയ്യാന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന്. അവൾ എന്നെ യൂസ് ചെയ്ത് വീട്ടിന് വെളിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അതെനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അവളുടെ മുൻപിൽ ഇങ്ങനെ പൊട്ടനായി നിന്ന് കൊടുക്കുന്നതെന്ന്. ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു തന്നെ അസിസ്റ്റന്റിനോട് പറയുന്നു. അവൾ വീട്ടിലെത്തിയപ്പോൾ ഹീറോയിന്റെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവരാവട്ടെ ഇവിടെ നിന്ന് പോയപ്പോൾ നീ ഈ വസ്ത്രമല്ലല്ലോ ധരിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയെന്നൊക്കെ ചോദിച്ച് അവളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. അമ്മ തെറ്റായൊന്നും വിചാരിക്കേണ്ട, അവൻ കുറച്ച് വസ്ത്രങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നു, അതുകൊണ്ട് തന്നെയാണ് വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്തതെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് നിന്നെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാച്ച് നീ കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ എവിടെ പോണു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതണ്ട. അതിനുശേഷം അവളെ കൊണ്ടുപോയി ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് അവൾക്കുള്ള പണിഷ്മെന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്.
അവളുടെ കയ്യിലൊരു ബുക്ക് കൊടുത്തിട്ട് ആ ബുക്കിലുള്ളതൊക്കെ 1000 തവണ എഴുതണമെന്നായിരുന്നു അവൾക്കുള്ള പണിഷ്മെന്റ്. ഹീറോയിൻ എവിടെയാണെന്ന് ഈ സമയങ്ങളിലെല്ലാം ഹീറോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ദേഹത്ത് ഒരു ട്രാക്കിംഗ് ഡിവൈസ് ധരിപ്പിച്ചത് കൊണ്ട് തന്നെ അവളെ എവിടെയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ഒരേ പൊസിഷനിൽ തന്നെയാണ് കാണിക്കുന്നത്. അവൾ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഹീറോയ്ക്ക് എന്തോ സംശയം തോന്നുന്നു. അവൾക്ക് എന്തോ അബദ്ധം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അയാളാവട്ടെ അവിടെ നിന്ന് അവളെ അന്വേഷിച്ചു പോകുന്നു. പക്ഷെ പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അയാളുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അവിടെ നിന്ന് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന്റെ അമ്മയാവട്ടെ അവളെ അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് ഒരു സൂപ്പുമായി പോകുന്നുണ്ട്. അവൾക്ക് പണിഷ്മെന്റ് കൊടുത്തിരുന്ന ബുക്കൊക്കെ അവൾ ഇതിനോടകം തന്നെ വലിച്ചേറിക്കളഞ്ഞിരുന്നു. അവൾക്ക് ആ സൂപ്പ് കൊടുക്കാനായി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളത് കുടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവർ പറയുന്നുണ്ട്, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല എന്ന്. യഥാർത്ഥത്തിൽ ഹീറോയിന്റെ സിസ്റ്ററെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഹീറോയിന്റെ പദ്ധതി. അവളുടെ സഹോദരി എവിടെയാണെന്ന് അറിയാത്ത മട്ടിലാണല്ലോ അവളുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സത്യമാണെന്ന് തോന്നില്ല. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവളെ കുറിച്ച് അറിയാം. അവര് ആ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അവർ മറക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ഹീറോയിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഷീ അവളുടെ സഹോദരിയെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് സ്നേഹമുള്ളവളായിരുന്നു അവളുടെ സഹോദരി. എല്ലാ പ്രാവശ്യവും അവളുടെ അമ്മ അവളെ അടിക്കാൻ നേരത്തൊക്കെ ഈ സഹോദരി അത് തടുക്കുമായിരുന്നു. എന്നിരുന്നാലും അവളെ എതിർത്തൊന്നും അവളുടെ അമ്മയോട് സംസാരിക്കുന്നില്ല. അവരവളെ ഭീഷണിപ്പെടുത്തി തന്നെ ആ സൂപ്പ് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം അവൾ ഒരു തവണ അവളുടെ വായിൽ അതൊന്ന് തൊട്ടപ്പോൾ തന്നെ അതിലെന്തോ ഡ്രഗ്സ് കലർന്നത് പോലെ ഹീറോയിന് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ അത് കുടിക്കാതിരുന്നത്. എന്നിരുന്നാലും അവരെ എതിർത്താൽ അവളെ അവിടെ നിന്നവർ പുറത്തേക്ക് വിടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ചുവടുകൾ ശ്രദ്ധാപൂർവവും ബുദ്ധിപരവുമായിരിക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ തന്നെ അവൾ അമ്മയെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഇന്ന് മുതൽ നിങ്ങൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ. അമ്മ പറയുന്നതെല്ലാം അനുസരിച്ചോളാമെന്നും അവൾ പറയുന്നു. അങ്ങനെ ഷീയുടെ അമ്മയുടെ മനസ്സ് കുറച്ച് മാറുന്നുണ്ട്. ഹീറോയുടെ മുത്തശ്ശനാവട്ടെ അവന്റെ മാരേജ് പ്രപ്പോസൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. ഹീറോയിന്റെ സഹോദരിയാണല്ലോ അവന് വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് നടത്തി വെച്ചിരുന്നത്. അവളിപ്പോൾ ഓടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനായി മുത്തശ്ശൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, തനിക്ക് വേണ്ടിയിട്ട് മറ്റു പെൺകുട്ടികളെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അത് ഈ കാണാതായ പെൺകുട്ടിയുടെ സഹോദരിയാണെന്ന്. ഉടനടി തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് സാധിക്കത്തില്ല. ആ പെൺകുട്ടി ഒരു ഊമയാണ്. അവളെ എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കും? എന്നിരുന്നാലും അവളെ മാത്രമേ വിവാഹം കഴിക്കൂ, അവളെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്നൊക്കെ ഹീറോ പറയുമ്പോൾ മുത്തശ്ശൻ അത് സമ്മതിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ അതിന് ഓക്കെ പറയുന്നു. ഹീറോ ആവട്ടെ ഹീറോയിനെ വിളിച്ച് തന്റെ കാറിലെത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അമ്മ എങ്ങനെയാണ് അവളോട് ഇത്രയും ദിവസം പെരുമാറിയിരുന്നുള്ള വിവരങ്ങളൊക്കെ ഹീറോ അവളിൽ നിന്ന് അറിയുന്നു. ഹീറോ തന്റെ ഫോൺ എടുത്ത് ഈ സമയത്ത് ഒരു സ്ത്രീയെ ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയായിരുന്നു. ഈ സ്ത്രീയെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മ ചെന്ന് കാണാറുണ്ടെന്നുള്ള വിവരം ഹീറോ അവളുടെ അടുത്ത് പറയുന്നു. ചിലപ്പോൾ ഈ സ്ത്രീയെ മീറ്റ് ചെയ്ത് സംസാരിച്ചാൽ തൻ്റെ സഹോദരി എവിടെയാണെന്നുള്ള രഹസ്യം ചിലപ്പോൾ അറിയാൻ സാധിക്കുമെന്ന് അവൾക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരെ കാണാനായി ഹീറോയുടെ പക്കൽ നിന്ന് 50 ലക്ഷം വാങ്ങിച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. ആ പണം എന്തിനാണെന്ന് പോലും ഹീറോ അവളോട് ചോദിക്കുന്നില്ല. എന്തോ ഒരു ആവശ്യത്തിനാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ആ ജോലിക്കാരിയായിരുന്ന സ്ത്രീയെ കണ്ടുപിടിച്ചിട്ട് തൻ്റെ സഹോദരി എവിടെയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവരെ ആദ്യം പറയുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും 50 ലക്ഷം രൂപ കാണിച്ചു കൊടുത്തിട്ട് തൻ്റെ സഹോദരി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മുൻപിലുള്ള പണം കണ്ട് മഞ്ഞളിച്ച് അവരായിട്ട് സത്യങ്ങൾ പറയുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ അവളുടെ സഹോദരിയെ അടിച്ചൊരു ബേസ്മെന്റിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ സഹോദരി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല എന്ന് ആ ജോലിക്കാരി പറയുന്നു. തന്റെ സഹോദരിയെ ഇനി കാണാൻ സാധിക്കുമോ എന്ന് ഓർത്ത് അവള് വല്ലാതെ കരയുന്നുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് അവരാവട്ടെ ഒരു വീഡിയോ അവൾക്ക് കൈമാറുന്നുണ്ട്. ചിലപ്പോൾ തന്റെ മകൾക്കും എന്തെങ്കിലും ദോഷം സംഭവിച്ചേക്കാമോ എന്ന് കരുതി ആ സ്ത്രീ ആവട്ടെ അവളുടെ സഹോദരിയെ ഉപദ്രവിക്കുന്ന വീഡിയോ പക്കൽ സൂക്ഷിച്ചിരുന്നു. അത് അവൾക്ക് കൈമാറുന്നുണ്ട്. അവളുടെ സഹോദരിയാവട്ടെ 16ാമത്തെ വയസ്സിൽ ഒരു യുവാവിനെ പ്രണയിക്കുന്നു. അതിന്റെ പേരിൽ അവളുടെ അമ്മ അവളെ തല്ലിച്ചതയ്ക്കുന്നതാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ അടി കാരണം അവൾക്ക് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പോലുള്ള ത്രാണിയില്ലായിരുന്നു. അവള് തറയിൽ തന്നെ കിടന്നാണ് ബാക്കിയുള്ള അടികൾ കൊള്ളുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് തീരെ സഹിക്കാൻ വയ്യായിരുന്നു. അവൾക്ക് അത് കാണാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും ക്രൂരമായിരുന്നു അത്. അവൾക്ക് അമ്മയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുന്നു. അവള് അങ്ങനെ കരഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ അവളുടെ അമ്മ അവളെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് തനിക്ക് പെട്ടെന്ന് ചേച്ചിയുടെ ഓർമ്മകൾ വന്നു എന്ന രീതിയിൽ അവൾ ആംഗ്യം കാണിക്കുന്നു. ചേച്ചിയുടെ ഓർമ്മകളോ എന്ന് ചോദിച്ചാൽ അവരും വല്ലാതെ അമറുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഓടിപ്പോയവളെ ചൊല്ലി നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇല്ല, ഇനി അവളെ കുറിച്ച് ഞാൻ ഓർക്കുക പോലും ഇല്ല, അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് അവർക്കും വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട്. കാരണം ഇനി അവർ പറയുന്നതിനപ്പുറം അവൾ പോകുകയില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അവർക്ക് വല്ലാത്ത സന്തോഷവും ആവുന്നുണ്ട്. അങ്ങനെ ഹീറോ താഴേക്ക് വരുന്ന സമയത്ത് ഹീറോയിനാവട്ടെ തലകറങ്ങി അവന്റെ ദേഹത്തേക്ക് വീഴുന്ന പോലെ അഭിനയിക്കുന്നു. ഇങ്ങനെയും അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയാണ് അവൾ ഇങ്ങനെ അഭിനയിച്ചത്.
ഹീറോയ്ക്ക് ഇത് അവളുടെ അഭിനയമാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. ഡോക്ടർ വന്ന് അവളെ ചെക്ക് ചെയ്തതിനു ശേഷം അവൾ ഹീറോ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ അവളുടെ സഹോദരി ഒരു ബേസ്മെന്റിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു അവളുടെ അമ്മ. എനിക്കൊരു വീഡിയോ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ആ ബേസ്മെന്റ് എവിടെയാണെന്നുള്ള വിവരമൊന്നും എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ഹീറോ എടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ അതിന് ഓക്കെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ ശരിക്കും ബോധരഹിതയാവുന്നുണ്ട്. ഹീറോ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവളെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അവളുടെ ശരീരത്തിൽ മാൽ ന്യൂട്രീഷൻ വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല അവളുടെ അമ്മ ഉപദ്രവിച്ച പോലുള്ള മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല അവളുടെ ബ്ലഡിൽ ഏതോ തരത്തിലെ ഒരു ഡ്രഗ്സ് കലർന്നിട്ടുണ്ടെന്നും പറയുന്നു. ഇത് കേട്ടത് ഹീറോ അവളുടെ അമ്മയെടുത്ത് വളരെ റൂഡാവുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവൾക്ക് കലക്കി കൊടുത്തതെന്ന് ചോദിക്കുന്നു. നീ എന്താ കളിക്കുകയാണോ? അവള് ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ മഹാവികൃതിയായിരുന്നു. അവിടെ എവിടെയോ ചാടി വീണുണ്ടായ മുറിവുകള, അല്ല ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല എന്ന് അവളുടെ അമ്മ പറയുന്നു. നിങ്ങൾ ഇവിടെ നോക്ക്, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. അവളുടെ അമ്മയാണെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ ഇത്രയും നാളെ ഞാൻ വെറുതെ വിട്ടത്. ഇനിയെങ്കിലും നിങ്ങൾ അവളെ ശ്രദ്ധയോടെ നോക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഹീറോ ആവട്ടെ ഹീറോയിന്റെ സഹോദരിക്കായിട്ടുള്ള തീവ്രമായ തിരച്ചിലായിരുന്നു. ഏതോ ഒരു ബേസ്മെന്റിൽ അവളെ അടച്ചിരിക്കുന്നു എന്നല്ലേ അറിയൂ, മറ്റൊന്നും അറിയില്ലായിരുന്നല്ലോ. എന്നിരുന്നാലും ഇടയ്ക്ക് ഹീറോയിനെ കാണാനായി അവൻ വരുന്നുണ്ട്. എന്തിനാണ് എന്നോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നു. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടത് ഹീറോയിൻ കരയാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്നും നിന്റെ അമ്മയുടെ അടുത്തു നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാൻ സഹായിക്കുമെന്ന്. എന്നാൽ ഹീറോയിൻ ആവട്ടെ മറ്റൊരു കാര്യമാണ് അലട്ടിക്കൊണ്ടിരുന്നത്. അവളുടെ അമ്മ ഓൾറെഡി ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ് പെരുമാറുന്നത്. അവർ എന്ത് ചെയ്യാനും മടിക്കില്ല. ഹീറോയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് അവൾ പേടിച്ചിരുന്നു. അവർ ഹഗ് ചെയ്യുന്ന ഈ രംഗങ്ങളെല്ലാം അവളുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അവര് ഇതിനോടകം തന്നെ പ്രണയത്തിലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതും തീർക്കാനുള്ള സമയമായി എന്ന് അവർ മനസ്സിലുറപ്പിക്കുന്നു. അടുത്ത ദിവസം അവൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവളുടെ ക്ലിപ്പില് അവർ ഇരുവരും സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാനായി ഒരു ഉപകരണം അവർ ഘടിപ്പിച്ചിരുന്നു. ആ ക്ലിപ്പ് ഹീറോയ്ക്ക് അവൾ കൊടുക്കുന്നുണ്ട്. അത് ഹീറോയ്ക്കും മനസ്സിലാവുണ്ട് അതിലൊരു മൈക്ക് ഉണ്ടെന്നുള്ള വിവരം. ഹീറോയിന്റെ അമ്മ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹീറോ ആവട്ടെ ആ ക്ലിപ്പ് എടുത്തിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ടിട്ട് അവർക്ക് അടങ്ങാനാവാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. മടങ്ങിയെത്തിയ ഹീറോയിനെ അവർ ബലമായി പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളെ അവൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ശരിക്കും നീ നാളെ അവനെ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും നിന്റെ സഹോദരിയെ നീ ഇനി കാണില്ല എന്ന് അവളുടെ അമ്മ പറയുന്നു. ഇത് കേട്ടതും അവളുടെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇത്രയും നാളും അവരാവട്ടെ അവളുടെ സഹോദരി സ്റ്റേറ്റ്സിലേക്ക് ഒളിച്ചോടിപ്പോയെന്നും പിന്നെ അത് മാത്രമല്ല അവളെ എവിടെയാണെന്ന് അറിയത്തില്ലെന്നും അവളെക്കുറിച്ചൊരു വിവരമില്ലെന്നും അവള് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞവര് ഇപ്പോൾ ഇനി ഒരിക്കലും അവരെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് അവൾ ഉറപ്പിക്കുന്നു. നിന്റെ സഹോദരി എവിടെയാണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം അവനെ ബ്രേക്കപ്പ് ചെയ്യണം. നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറൂ എന്നവർ പറയുന്നു. അവൾക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഹീറോ ആവട്ടെ വളരെ ലക്ഷറിയിൽ തന്നെ അവർക്ക് വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തലേന്നേ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ ആയിരുന്നല്ലോ വിവാഹം. ഇനിയും ഹീറോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. ഉടനടി തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. വിവാഹം കഴിച്ചാൽ അവളുടെ സഹോദരി അവൾക്ക് കാണാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തന്നെ. അവളുടെ സഹോദരി എവിടെയാണെന്ന് ഓൾമോസ്റ്റ് അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവള് അവിടെ നിന്ന് പോയത് തന്നെ. അങ്ങനെ നെക്സ്റ്റ് ഡേ കല്യാണമായിരുന്നല്ലോ. എന്തായാലും ഹീറോ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുന്നുണ്ട്. ഹീറോയിന് അരമണിക്കൂർ മുമ്പെങ്കിലും വരേണ്ടതായിരുന്നു. എന്നാൽ ഹീറോയിൻ അവിടെ എത്തുന്നില്ല. എന്നാൽ ഹീറോയിൻ ഇനി വേദിയിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കി ഹീറോയിന്റെ അമ്മയ്ക്ക് വല്ലാതെ സന്തോഷമാകുന്നുണ്ട്. ഞാൻ ഫാമിലിയിലുള്ളവര് അവളെ വിവാഹത്തിന് നിർബന്ധിച്ചതുകൊണ്ടാണ് അവള് വിവാഹത്തിൽ നിന്ന് ഓടിപ്പോയെന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ അവിടെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ഈ അടവ് കണ്ടപ്പോഴേ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ അയാള് കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ ഈ സമയം കൊണ്ട് തന്നെ അവളുടെ സഹോദരിയെ അടച്ചിട്ടിരുന്ന ബേസ്മെന്റിൽ എത്തിയിരുന്നു. എന്നാൽ സഹോദരിയെ എവിടെയും കാണാൻ പറ്റിയില്ല. അവളുടെ അമ്മ ഈ സമയം കൊണ്ട് അവിടെ എത്തുന്നുണ്ട്. ഈ സമയത്ത് അവർ പറയുന്നുണ്ട്, നീ നിന്റെ സഹോദരിയെ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവള് എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ തന്നെയാണ് അവളെ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഹീറോയിന് നേരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ ദേഷ്യത്തോടെ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ ചേച്ചി എവിടെയാണെന്നും മര്യാദയ്ക്ക് പറഞ്ഞോളാം. ആക്ച്വലി അവർ ഈ ബേസ്മെന്റിൽ തന്നെയാണ് നമ്മുടെ ഹീറോയിന്റെ സഹോദരിയെ അടച്ചിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വേറെ ഒരിടത്തേക്ക് അവളെ മാറ്റിയിരിക്കുകയാണ്. നിന്റെ സഹോദരി എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, പക്ഷേ നീ ആദ്യം ചെന്ന് ഹീറോയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരിയെ കൊന്നുകളയുമെന്ന് തന്നെ അവർ പറയുന്നു.
അവര് ശരിക്കും ആ പെൺകുട്ടികളുടെ അമ്മയാണോ എന്തോ. എന്നിരുന്നാലും ഹീറോയിൻ ആംഗ്യ ഭാഷയിൽ തന്നെ അതിനെ ഓക്കെ പറഞ്ഞിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ ഹീറോയിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മയായിരുന്നു ഇത്. അത് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ വാങ്ങിച്ച ഉടനെ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. എന്റെ മകൾക്ക് നിന്നെ ഇഷ്ടമല്ല, മര്യാദയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊക്കോ. അതുമാത്രമല്ല, അവളെ പിന്തുടരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിനുള്ള ബലം ഞാൻ ഫാമിലി മുഴുവൻ അനുഭവിക്കുമെന്ന് പറയുന്നു. ഹീറോ ദേഷ്യത്തോടെ തന്നെ അവിടെ ഇരിക്കുന്ന ഗ്ലാസ് തന്റെ കൈ കൊണ്ട് തന്നെ ഞെരിച്ചു പൊട്ടിക്കുന്നുണ്ട്. അവിടെ മാകെ അവന്റെ കയ്യിലെ രക്തം പടരുന്നുമുണ്ട്. അടുത്ത ദിവസം ഞാനാവട്ടെ ഷിഗിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഇതെല്ലാം നിന്റെ മാത്രം ചോയ്സ് ആണെന്ന് പറഞ്ഞ് അവൻ വേറെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനാവട്ടെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷവുമായിരുന്നു. അവൾക്ക് വീണ്ടും പഴയതുപോലെ അവർ സൂപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ അമ്മ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവളൊരു ടേപ്പ് റെക്കോർഡർ എടുത്ത് റെക്കോർഡ് മോഡിൽ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ശരിക്കും അവരിരുവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നടത്തിയ ഒരു ഡ്രാമയായിരുന്നു അത്. അന്ന് വിവാഹത്തിൽ നിന്ന് ഹീറോയിൻ പിന്മാറിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നല്ലോ. അവള് നേരെ ഹീറോയുടെ അടുത്തേക്കാണ് ചെന്നുപെടുന്നത്. ഹീറോ അവളടുത്ത് ചോദിക്കുന്നുമുണ്ട്, നീ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചിട്ട് തിരികെ ഓടിപ്പോയതാണോ എന്നൊക്കെ. പക്ഷെ ഇത്രയധികം നിന്നെ സഹായിച്ചിട്ടും നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ അവന്റെ കൂടെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതി മാത്രമായിരുന്നു ഇത്. അവളുടെ അമ്മ വളരെ സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിൻ മറന്നുപോയെന്നും അതുമാത്രമല്ല ഇനി തന്നോടൊപ്പം തന്നെ ഹീറോയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുന്നു. ഹീറോയുടെ അച്ഛനും ഹീറോയിന്റെ അമ്മയെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയമായിരുന്നു. അയാളും അവരോട് എന്ത് പറയണമെന്നറിയാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. കാരണം കുറേ നാളുകളായി തന്നെ മക്കളെ ഇതുപോലെ കൺട്രോൾ ചെയ്യരുതെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഈ സമയത്താണ് ഹീറോയിൻ അവരുടെ ഫോണിലേക്ക് ഹീറോയിനും കൂടി ഒന്നായിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. ബ്രേക്കപ്പ് ആയിട്ടും എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ടും ഇങ്ങനെ ഒരു ഫോട്ടോ എങ്ങനെ വന്നെന്ന് ആലോചിച്ച് അവർക്ക് കലി കയറി ഗ്ലാസ് ഒക്കെ താഴേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നു. ഈ സമയത്ത് ഇതെല്ലാം നേരത്തെ ഹീറോയിൻ ഒരു റെക്കോർഡർ പോലെ ഒരെണ്ണം സെറ്റ് ചെയ്തിരുന്നല്ലോ, അതുവഴി തന്റെ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. സമയം കൊണ്ട് തന്നെ ഹീറോ അവിടെ ഉള്ള സഹോദരിയെ കണ്ടെത്തിയിരുന്നു. അസിസ്റ്റന്റിനെ കൊണ്ട് അവളെ ബന്ധിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപകടം മനസ്സിലാക്കി അവളുടെ അമ്മയാവട്ടെ ഒരു തോക്കുമായി അവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഹീറോയിനും ഈ സമയം കൊണ്ട് അവിടേക്ക് എത്തുന്നു. ഹീറോയിന്റെ സഹോദരിയുടെ ദേഹത്ത് മുഴുവൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആർക്കും ഒരടി പോലും മുൻപോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല എന്ന് അവളുടെ അമ്മ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യാനായി അവളുടെ അമ്മ ഒരുങ്ങുന്നുണ്ടല്ലോ. അവളുടെ സഹോദരി ഇടയ്ക്ക് കയറി നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ അവരുടെ കയ്യിലേക്ക് ഒരു കല്ലോ മറ്റോ ആരോ എടുത്തെറിയുന്നുണ്ട്. അവർ വേദനയാൽ നോക്കുമ്പോഴാവട്ടെ ഹീറോ ആയിരുന്നു തന്റെ ബോഡി ഗാർഡ്സിനെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നത്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് തന്റെ സഹോദരിയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ ഹീറോ എടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ അമ്മ തന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഹീറോയും അവരും ഒരുപോലെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയിന്റെ അമ്മയ്ക്കാവട്ടെ ഷോൾഡറിൽ വെടിയേക്കുന്നു. ഹീറോയിന്റെ കണ്ണിന്റെ താഴെ ചെറുതായിട്ട് ബുള്ളറ്റ് കൊണ്ട് ഒന്ന് പോറിയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ട് സഹോദരിമാരും സേഫ് ആവുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനാവട്ടെ അവളുടെ സഹോദരിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ സിസ്റ്റർ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അവള് കുറച്ച് ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു. എന്ത് അവളുടെ അമ്മ പറഞ്ഞാലും അതൊന്നും അനുസരിക്കത്തില്ല. അതുമാത്രമല്ല അവരടിക്കാൻ വന്നാലും അവർ വടിയൊക്കെ പിടിച്ചു വഞ്ച് കളയുന്നുണ്ട്. ഇത് അവളുടെ അമ്മയ്ക്ക് തീരെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുമാത്രമല്ല സഹോദരി അവരെ അനുസരിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഹീറോയിൻ പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അവർ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു. എന്നിരുന്നാലും ഹീറോയിന്റെ സിസ്റ്റർ ഒരാളെ പ്രണയിച്ചു എന്നതിന്റെ പേരിലാണ് അവളെ ഇത്രയും ഉപദ്രവിച്ച് ഇത്രയും വർഷം അവരൊരു ബേസ്മെന്റിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയെയും കാണിക്കുന്നുണ്ട്. ഹീറോയിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാനാവട്ടെ അവളെ അടുത്തിരുന്ന് തന്നെ പരിചരിക്കുന്നുണ്ട്. അവരുടെ അമ്മയ്ക്ക് ഷൂട്ടിങ്ങിൽ പരിക്കേറ്റത് കൊണ്ട് തന്നെ അവര് ഹാഫ് പാരലൈസ്ഡ് ആവുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ അച്ഛൻ അവരോട് ക്ഷമാപണം നടത്തുന്നുണ്ട്. കാരണം അയാൾ കുറച്ചെങ്കിലും ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ തന്റെ ഭാര്യ ഇങ്ങനെ പെരുമാറുകയില്ലായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ പോലും ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അവളുടെ സഹോദരിയെ മോൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോകാനായി ഹീറോയിൻ തീരുമാനിക്കുന്നുണ്ട്. ഹീറോ വന്ന് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അവള് പറയുന്നുണ്ട്, ഇതിനു മുൻപേ ഞാൻ നിങ്ങളെ യൂസ് ചെയ്യായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നീ എന്നെ യൂസ് ചെയ്തുകൊണ്ടല്ലേ ഇരുന്നത്, ഒരു പ്രാവശ്യം കൂടി എന്നെ യൂസ് ചെയ്യും, ഞാൻ നിന്നെ എയർപോർട്ടിലാക്കി വിടാമെന്ന് പറയുന്നു. ഹീറോയിനും അതിനെ ഓക്കെ പറഞ്ഞിട്ട് നേരെ ഹീറോയുടെ കാറിൽ തന്നെയാണ് എയർപോർട്ടിലേക്ക് അവർ പോകുന്നത്.
ഹീറോയും വല്ലാതെ വിഷമത്തിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും ഹീറോയ്ക്ക് വേണമെങ്കിൽ അവളെ പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ പൂട്ടിയിടുകയോ മറ്റോ ചെയ്യാമായിരുന്നു. പക്ഷെ അവളുടെ അമ്മ ചെയ്തതുപോലെ അവളോട് പ്രവർത്തിക്കാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ അവളോടൊന്നും മറുത്ത് പറയാതിരുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഹീറോയിന്റെ സൗണ്ട് പിന്നിൽ നിന്ന് കേൾക്കുന്നത്. ശരിക്കും അവൾക്ക് അവിടം വിട്ടു പോകാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അവളുടെ സഹോദരിയെ മാത്രമാണ് അവൾ സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചിരിക്കുന്നത്. അവളിങ്ങനെ തിരികെ വരുന്നത് കാണുമ്പോൾ ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവള് പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. നീ ശരിക്കും പോയില്ലായിരുന്നു എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വിട്ടിട്ട് എവിടെ പോവാനാ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവനെ ഹഗ് ചെയ്യുന്നു. അതിനുശേഷം അവളാവട്ടെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഉടനടി തന്നെ ഹീറോ തന്റെ പക്കൽ അവൾക്ക് വേണ്ടിയിട്ട് കരുതിയിരുന്ന മോതിരം അവളുടെ വിരലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാരേജ് കഴിക്കാം എന്ന് പറയുന്നു. ഹീറോവും അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ അവർ റൊമാൻറ്റിക്കായി ലൈറ്റായി കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.